35 കമ്പനി ലോ 3rd യൂണിറ്റ് ആയിട്ടുള്ള പ്രൊമോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ പ്രാരംഭഘട്ടം തൊട്ട് അത് നിയമപരമായി നിലവിൽ വരുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ഫ്രം ദി ക്രിയേഷൻ ഓഫ് ഐഡിയ, ഒരു ബിസിനസ് ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്നത് മുതൽ അത് ലീഗലി ആ ഒരു കമ്പനി നിലവിൽ വരുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ആ ഒരു കമ്പനി നടത്തുവാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ആ വ്യക്തി ചെയ്യുന്നതായിരിക്കും. അടുത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ ആൻഡ് റോൾ, ഇത് 3 നിരീക്ഷകരുടെ നിരീക്ഷണമാണ് എന്താണ് പ്രൊമോട്ടർ എന്നുള്ളത്. ഇതൊന്നും ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമല്ല, ജസ്റ്റ് മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രം കൊടുത്തതാണ് പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അടുത്തത് ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പ്രൊമോട്ടറിൻ്റെ ഫങ്ഷൻസ് റെസ്പോൺസിബിലിറ്റിയാണ്. ഒറിജിനൽ ഓഫ് സ്കീം, ഇവിടെ പറയുന്ന പ്രൊമോട്ടർ ഒരു ബിസിനസ് ഐഡിയ കൊണ്ടുവന്നതിൻ്റെ പ്രൊമോട്ടർ കൺസീവ് ദി ഇനീഷ്യൽ ബിസിനസ് ഐഡിയ ആൻഡ് ഡിറ്റർമൈൻ ഇറ്റ് ഫീസിബിലിറ്റി. പ്രൊമോട്ടർ ഇനീഷ്യലായിട്ടുള്ള ബിസിനസ് ഐഡിയ കൊണ്ടുവരികയും അതിൻ്റെ പ്രവർത്തനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. നല്ലൊരു ഐഡിയ പ്രൊമോട്ടർ കൊണ്ടുവരുന്നു, ഒരു ബിസിനസ് ഐഡിയ ആയിട്ട് കൊണ്ടുവരുന്നു. സെക്യൂർ കോർപ്പറേഷൻ, ഇവിടെ നമുക്കൊരു കമ്പനി തുടങ്ങണമെങ്കിൽ, ഇപ്പോൾ പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം 7, പ്രൈവറ്റ് കമ്പനിയാണ് 2. അപ്പോൾ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം കമ്പനിക്ക് ക്രിയേഷന് വേണ്ടിയുള്ള മെമ്പേഴ്സിനെ അവർ കണ്ടെത്തുന്നു. അതുപോലെ ഫസ്റ്റ് പറഞ്ഞ നല്ല ഐഡിയാസ്, നല്ല ബിസിനസ് ഐഡിയ ആയിട്ട് വരികയും അതിൻ്റെ അത് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. അടുത്തത് ഡയറക്ടേഴ്സ്, പ്രൊമോട്ടേഴ്സ് ഇൻഡിവിജ്വലിൻ്റെ കയ്യിൽ നിന്ന് കൺസെൻറ്റ് വാങ്ങി പ്രാരംഭഘട്ടത്തിലേക്കുള്ള ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്, ഡയറക്ടേഴ്സിനെ കൊണ്ടുവരുന്നതിൽ ഇൻഡിവിജ്വലിൻ്റെ കയ്യിൽ നിന്ന് കൺസെൻറ്റ് വാങ്ങിയെടുക്കുന്നു. കമ്പനിക്ക് വേണ്ടിയുള്ള പേര് ചൂസ് ചെയ്യുകയും അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസ് ചെയ്തുകൊണ്ട് അതിന് നിയമപരമായിട്ടുള്ള ഒരു കമ്പനി നെയിം കൊണ്ടുവരുന്നു. ഡോക്യുമെൻറ്റ് പ്രിപ്പറേഷൻ, കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, അതുപോലുള്ള പ്രോസ്പെക്ട്സ്, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു. അടുത്തത് അപ്പോയിൻമെൻറ്റ്സ്, കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ബാങ്കേഴ്സ്, ബ്രോക്കേഴ്സ്, ലീഗൽ അഡ്വൈസ് ഇവരൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അസറ്റ് അക്വിസിഷൻ നടത്തുന്നു. പ്രിലിമിനറി കോൺട്രാക്ട്സ്, ഫയലിംഗ് ഡോക്യുമെൻറ്റ്സ്, ഇതൊക്കെയാണ്. നേച്ചർ ഓഫ് ആക്ടിവിറ്റീസ് ഇവിടെ പറയുന്നത്, ഒരു പ്രൊമോട്ടർ അയാൾ നമ്മളൊരു കമ്പനി ക്രിയേഷനിൽ ഏറ്റവും നല്ലൊരു വൈറ്റൽ റോളാണ് അയാൾ പെർഫോം ചെയ്തത്. വളരെ പ്രധാനപ്പെട്ടൊരു ഘടകം തന്നെയാണ്, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് പ്രൊമോട്ടേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ ഹൈലി റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. കാരണം അയാൾ കൊണ്ടുവന്ന ബിസിനസ് ഐഡിയ സക്സസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ വലിയൊരു റിസ്ക്കാണ് അയാൾ ഏറ്റെടുക്കുന്നത്. അതിൻ്റെ അത് സക്സസ് ആയിട്ടില്ല, അത് പൊളിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ അയാളതിൻ്റെ മുഴുവൻ ലയബിലിറ്റീസും അതിൻ്റെ മുഴുവൻ നഷ്ടങ്ങളും അയാൾ സഹിക്കേണ്ടി വരും. എന്നാൽ അത് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് ഒരു വിഹിതം അയാൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അടുത്ത ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊമോട്ടേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഒരു ബിസിനസ് ക്രിയേഷൻ നടത്തുന്നതിന്, ഒരു ബിസിനസ് ക്രിയേറ്റായി വരുന്നതിന് പ്രൊമോട്ടേഴ്സിൻ്റെ പ്രധാനപ്പെട്ട റോള് തന്നെയുണ്ട്. അതുപോലെ ഇക്കോണമിക് കോൺട്രിബ്യൂഷൻ, നമുക്കറിയാം ഒരു കമ്പനി ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, ഇക്കണോമിക്കൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. അതുപോലെ കുറേ പേർക്ക് ജോബ് കിട്ടും, ക്രിയേറ്റിംഗ് ജോബ് വേക്കൻസീസ്, അതുപോലെ അങ്ങനത്തൊക്കെ. റിസ്ക് ആൻഡ് റിവാർഡ്, ഇവിടെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒരു സിഗ്നിഫിക്കൻറ്റ് റിസ്ക് തന്നെയാണ് പ്രൊമോട്ടേഴ്സ് എടുക്കുന്നത്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന ഒരുപാട് റിസോഴ്സസൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഐഡിയ സക്സസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു നഷ്ടം തന്നെ പ്രൊമോട്ടർ സഹിക്കേണ്ടി വരും. ഇനി ഇത് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബെനിഫിറ്റ് ഈ പ്രൊമോട്ടർക്ക് ലഭിക്കുകയും ചെയ്യും. അടുത്ത ലീഗൽ പൊസിഷൻ ഓഫ് പ്രൊമോട്ടേഴ്സ്, ഇവിടെ കമ്പനിയിൽ പ്രൊമോട്ടർ എന്ന് പറയുന്നത് ഒരിക്കലും ഏജൻറ്റും അല്ല ട്രസ്റ്റും അല്ല. കാരണം ഈ ഏജൻറ്റും ട്രസ്റ്റിയും ആയിക്കഴിഞ്ഞാൽ, രണ്ടുപേരും പറയുന്നത് ഏജൻ്റായാലും ട്രസ്റ്റി ആയാലും അത് കമ്പനി ക്രിയേഷന് ശേഷം മാത്രം ഉണ്ടാവുന്ന ആൾക്കാരാണ് ഏജൻറ്റും ട്രസ്റ്റിയും. പക്ഷേ പ്രൊമോട്ടർ എന്ന് പറയുന്നത് കമ്പനി ക്രിയേഷന് മുമ്പേ ഉള്ള വ്യക്തിയാണ്. കാരണം കമ്പനിയെ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ പ്രൊമോട്ടറാണ്. അതുകൊണ്ട് തന്നെ പ്രൊമോട്ടർ ഏജൻറ്റും അല്ല ട്രസ്റ്റിയും അല്ല, അയാളൊരു ഫിഡ്യൂഷ്യറി പൊസിഷനാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതിനെ ബോർഡ് മെമ്പേഴ്സായിട്ടും അതിന് ഭാവിയിൽ വരാൻ പോകുന്ന ഷെയർ ഹോൾഡേഴ്സൊക്കെ ആയിട്ടുള്ളൊരു
ഒരു വിശ്വാസ്യമായ ഒരു ബന്ധമാണ് അവിടെ ഉള്ളത് അയാൾക്ക് അവിടെ. അടുത്തത് ഡ്യൂട്ടീസ് ഓഫ് എ പ്രൊമോട്ടറിൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഡ്യൂട്ടി നോട്ട് മേക്ക് സീക്രട്ട് പ്രോഫിറ്റ്. ഈ കമ്പനി ക്രിയേഷൻ്റെ പേരിൽ പ്രൊമോഷൻ്റെ പേരിൽ അയാൾ സീക്രട്ട് പ്രോഫിറ്റ്സ് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. അതിന് എക്സാമ്പിളിലൂടെ കൊടുത്തിട്ടുണ്ട്. ഫുള്ളി ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പ്രൊമോഷൻ്റെ സമയത്ത് നടത്തുന്ന എന്ത് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിലും അത് വ്യക്തമായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം, അത് വെളിവാക്കിയിരിക്കണം, തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതിൽ മെമ്പേഴ്സുമായിട്ട് വ്യക്തമായിട്ട് അവർക്ക് അറിയിച്ചിട്ടുണ്ടായിരിക്കണം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അടുത്തത് ഡ്യൂട്ടി ടു പാസ് ബെനിഫിറ്റ്സ് ഓഫ് നെഗോഷിയേഷൻ. കമ്പനിയുടെ പേരിൽ വേറെ കമ്പനിയുമായിട്ട് എന്തെങ്കിലും നെഗോഷിയേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ പരസ്പരം നെഗോഷിയേഷൻ നടത്തിയിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കമ്പനിക്ക് തന്നെ നൽകണം. അത് പ്രൊമോട്ടർ സ്വന്തമാക്കി വെക്കാൻ പാടില്ല എന്നാണ്. ഡ്യൂട്ടി ടുവേർഡ്സ് ഫ്യൂച്ചർ അലോട്ടീസ്. ഇവിടെ പറയുന്നത് ഫ്യൂച്ചർ അലോട്ടീസ് എന്ന് പറയുന്നത് പ്രോസ്പെക്ട്സിൽ കമ്പനിയുടെ ഡീറ്റെയിൽസിൽ മിസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും വരാൻ പാടില്ല. കറക്റ്റായിട്ടുള്ള പ്രോസ്പെക്ട്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. കണ്ടിന്യൂ ഓഫ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് വിശ്വാസപരമായ ഒരു കണ്ടിന്യൂസ് ഡ്യൂട്ടി പ്രൊമോട്ടറിൻ്റെ കയ്യിൽ നിന്നുണ്ടായിരിക്കണം. അടുത്ത് ലയബിലിറ്റീസ് ഓഫ് പ്രൊമോട്ടേഴ്സ്. സിവിൽ ലയബിലിറ്റീസ് ഫോർ മിസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് പ്രോസ്പെക്ട്സിൽ മിസ് സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ സിവിൽ എന്തെങ്കിലും പ്രോസ്പെക്ട്സിൽ എന്തെങ്കിലും മിസ് സ്റ്റേറ്റ്മെൻറ്റ്സ്, എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ട് എന്തെങ്കിലും തെറ്റായ വിവരം കൊടുത്തത് കാരണം എന്തെങ്കിലും ലോസസ് വന്നു കഴിഞ്ഞാൽ അത് പ്രൊമോട്ടേഴ്സ് സഹിക്കേണ്ടത് വരും, അതിൻ്റെ ലോസ്. ക്രിമിനൽ ലയബിലിറ്റീസ് ഫോർ മിസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. പ്രൊമോട്ടേഴ്സ് ക്യാൻ ഫേസ് ഇംപ്രിസൺമെൻറ്റ് 6 months 6 മാസം തൊട്ട് 10 വർഷം വരെയുള്ള ജയിലിലടക്കാനൊക്കെ പറ്റും പ്രൊമോട്ടേഴ്സിന് ഇയാൾ മിസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുപോലെ അപ് ടു 3 times ഫ്രോഡ് എമൗണ്ട്, എത്രയാണ് ഫൈൻ അടക്കേണ്ടി വരും, ഫ്രോഡ് എമൗണ്ടിൽ നിന്നും അപ് ടു 3 മടങ്ങ് പണം ഫൈനായിട്ട് കൊടുക്കേണ്ടി വരും. അതുപോലെ എക്സാമിനേഷൻ ബൈ ട്രൈബ്യൂണൽ. പിന്നെ ലയബിലിറ്റി ഫോർ മിസ്അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സ്, പേഴ്സണൽ ലയബിലിറ്റി ഫോർ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ്. പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞാൽ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, കമ്പനി ലീഗലി എക്സിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കോൺട്രാക്റ്റാണ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ്. അതിന് ലയബിളായി അങ്ങനെയുള്ള കോൺട്രാക്ട്സിന് പ്രൊമോട്ടേഴ്സ് പേഴ്സണൽ ലയബിളായിരിക്കും. അടുത്ത റെമ്യൂണറേഷൻ ഓഫ് പ്രൊമോട്ടേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ റോള് തന്നെ വഹിക്കുന്നുണ്ട് ഒരു കമ്പനി സെറ്റ് ചെയ്യുന്നതിൽ, കമ്പനി ഉണ്ടാക്കിയെടുക്കുന്നതിൽ. അതുകൊണ്ട് തന്നെ അയാളെ എഫേർട്ട് എന്ന് പറയുന്നത് വളരെ ഭീകരമായ എഫേർട്ട് അയാൾ എടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അയാൾക്ക് റെമ്യൂണറേഷൻ കിട്ടുക എന്നുള്ളത് അയാളുടെ ഒരു അവകാശം തന്നെയാണ്. പക്ഷേ ഇവിടെ പറയുന്നത് ഹിയർ ആൻ ഓവർവ്യൂ ഹൗ പ്രൊമോട്ടേഴ്സ് ക്യാൻ ബി കോമ്പൻസേറ്റഡ്. എങ്ങനെയൊക്കെ പ്രൊമോട്ടേഴ്സിന് കോമ്പൻസേറ്റ് ചെയ്യാം, അതുപോലെ ലിമിറ്റേഷൻസ് അറൗണ്ടിങ് ദി റെമ്യൂണറേഷൻ കൊടുക്കുന്നതിനുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയൊക്കെ നഷ്ടപരിഹാരങ്ങൾ കൊടുക്കുക, അയാൾക്ക് റെമ്യൂണറേഷൻ കൊടുക്കുന്നതിൻ്റെ ലിമിറ്റേഷൻസ്. വേ ഓഫ് റെമ്യൂണറേഷൻ സെല്ലിംഗ് പ്രോപ്പർട്ടി ടു ദ കമ്പനി. ഇവിടെ പ്രൊമോട്ടർക്ക് അയാളുടെ പ്രോപ്പർട്ടി കമ്പനിക്ക് വിൽക്കാം, ഹയർ പ്രൈസിൽ, ഓവർ വാല്യൂഡ് പ്രൈസിൽ തന്നെ അയാൾക്ക് വിൽക്കാം. പക്ഷേ അതിനുള്ളൊരു പറയുന്നൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഫുൾ ഡിസ്ക്ലോഷർ ഓഫ് ട്രാൻസാക്ഷൻ മസ്റ്റ് ബി മെയ്ഡ് ടു ദി ഇൻഡിപെൻഡൻറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ ഇൻറ്റൻറ്റഡ് ഷെയർ ഹോൾഡേഴ്സ്. ഇവിടെ ഫുൾ ഡിസ്ക്ലോഷർ ഓഫ് ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കണം. അടുത്ത കമ്മീഷൻ ഓൺ ഷെയർ സോൾഡ് ഇതിനൊരു കമ്മീഷൻ പ്രൊമോട്ടർക്ക് നൽകാം, പ്രൊമോട്ടർക്ക് റിസീവ് ചെയ്യാം. ലംസം പേയ്മെൻറ്റ്. അടുത്തത് അലോട്ട്മെൻറ്റ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ. ഇവിടെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ഒന്നെങ്കിൽ ഫ്രീ കോസ്റ്റിനോ അല്ലെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ടിൽ പ്രൊമോട്ടേഴ്സിന് നൽകാം. ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് ഏതൊക്കെ റെമ്യൂണറേഷൻ ആണോ എഗ്രി ചെയ്തിരിക്കുന്നത്, ഈ പ്രൊമോട്ടേഴ്സ് എഗ്രി ചെയ്തിരിക്കുന്നത്, അത് തീർച്ചയായിട്ടും കമ്പനിയുടെ പ്രോസ്പെക്ട്സിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം, അത് വെളിവാക്കിയിട്ടുണ്ടായിരിക്കണം. അത് എന്ത് ചെയ്യുന്നു, ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുന്നു. അടുത്ത പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്. നേരത്തെ പറഞ്ഞതാണ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ലീഗലി എക്സിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രൊമോട്ടേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള
പ്രൊമോട്ടേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള കോൺട്രാക്റ്റും എഗ്രിമെൻറ്റ്സുമാണ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. കമ്പനിയുടെ ബിഹാഫായിട്ട്, കമ്പനിക്ക് വേണ്ടി കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രൊമോട്ടേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള എഗ്രിമെൻറ്റ്സും കോൺട്രാക്ട്സും ആണ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കോൺട്രാക്ട്സ്, കാരണം കമ്പനി ലീഗലി എക്സിസ്റ്റഡ് അല്ല, അതിന് മുമ്പ് ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റ്, അപ്പം അതിന് എന്താണ് നിയമസാധ്യത കുറവാണ്. അപ്പം അങ്ങനെ ഉണ്ടാക്കുന്ന കോൺട്രാക്ട്സ് ഒരുപാട് ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. നോൺ ബൈൻഡിങ് നേച്ചർ. നോൺ ബൈൻഡിങ് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് നോൺ ബൈൻഡിങ് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള കോൺട്രാക്റ്റിന് യാതൊരു കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള കോൺട്രാക്റ്റ് ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി എക്സിസ്റ്റ് ആയതിനു ശേഷം ഈ കോൺട്രാക്റ്റിന് യാതൊരു വാല്യൂ ഇല്ല, കാരണം അതിന് ലീഗലി എക്സിസ്റ്റൻസ് ഇല്ല. കാരണം കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ്, കമ്പനി ലീഗലി എക്സിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായ കോൺട്രാക്റ്റാണ്. അതിന് ഒരു തരത്തിലും നിയമപരമായ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇത് നോൺ ബൈൻഡിങ് നേച്ചറാണ്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഒരു വ്യക്തി കമ്പനിക്കൊരു എന്തെങ്കിലും സർവീസസ് ചെയ്യുകയാണ്. അപ്പം അത് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പാണ് ഈ സർവീസസ് ചെയ്തത്. അപ്പം ഇയാൾക്ക് ഇനി ആ ഫീസ് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനിക്കെതിരെ കേസ് കൊടുക്കാൻ കഴിയില്ല, കാരണം കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള കോൺട്രാക്റ്റാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു യാതൊരു നിയമവശങ്ങളും ഇല്ല. അടുത്ത എൻഫോഴ്സ്മെൻറ്റ് ഇഷ്യൂസ്. ഇവിടെ പറയുന്നത് കമ്പനി, ഇപ്പോൾ ഇവിടെ കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ പ്രൊമോട്ടർ തേർഡ് പാർട്ടിയായിട്ട് ഒരു കോൺട്രാക്റ്റുകൾ ഏർപ്പെടുകയും ആ തേർഡ് പാർട്ടി ആ പെർഫോമൻസ് ഫുൾഫിൽ ചെയ്യുന്നില്ല. പക്ഷേ ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ കമ്പനി എക്സിസ്റ്റ് ആയതിനു ശേഷം കമ്പനി ആ തേർഡ് പാർട്ടി പറഞ്ഞ കോൺട്രാക്റ്റിലുള്ള കാര്യം തേർഡ് പാർട്ടി ചെയ്യുന്നില്ല. അപ്പം കമ്പനിക്ക് ഒരിക്കലും അയാൾ ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ വ്യക്തിയോട് ഇന്ന കോൺട്രാക്റ്റിലുള്ള കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അയാളെ നിർബന്ധിക്കാനോ അയാളെ സ്യൂ ചെയ്യാനോ പറ്റില്ല, കാരണം അതിന് ലീഗൽ വാല്യൂ ഇല്ല. കാരണം ഇത് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള കോൺട്രാക്റ്റാണ്. അടുത്ത നോ റാറ്റിഫിക്കേഷൻ. ഇവിടെ പറയുന്നത് കമ്പനിക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഉണ്ടാക്കിയിട്ടുള്ള കോൺട്രാക്റ്റിന് യാതൊരു ലീഗൽ വാല്യൂ ഇല്ല. പക്ഷേ ആ ഒരു കോൺട്രാക്റ്റ് വേണം എന്നുണ്ടെങ്കിൽ, അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയൊരു കോൺട്രാക്റ്റ് എന്ത് ചെയ്യണം, ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ കമ്പനി എക്സിസ്റ്റ് ആയതിനു ശേഷം, ലീഗലി എക്സിസ്റ്റ് ആയതിനു ശേഷം എന്ത് ചെയ്യണം, പുതിയൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കണം. അറ്റ് സ്പെസിഫിക് റിലീഫ് ആൻഡ് ആക്ട് എക്സെപ്ഷൻസ്. ഇവിടെ പറയുന്നത് പ്രീ ഇൻകോർപ്പറേഷന് മുമ്പ് കോൺട്രാക്ട്സ് ഉണ്ടാക്കുകയും, കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് കോൺട്രാക്ട്സ് ഉണ്ടാക്കുകയും, എന്നാൽ അത് കമ്പനി പ്രൊമോട്ടേഴ്സ് പ്രീ ഇൻകോർപ്പറേഷന് മുമ്പ് കോൺട്രാക്ട്സ് ഉണ്ടാക്കുകയും കമ്പനി എക്സിസ്റ്റ് ആയതിനു ശേഷം ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ കമ്പനി അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ, ആ കോൺട്രാക്റ്റ് ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെന്താണ്, ലീഗലി എൻഫോഴ്സബിൾ ആണ്, അവിടെ നിയമപരമായ സാധ്യതയുണ്ട്, അതൊരു കോൺട്രാക്റ്റായി നിലനിൽക്കും. പക്ഷേ ആ കമ്പനി എന്ത് ചെയ്യണം, ആ ആക്സെപ്റ്റൻസ് എന്ത് ചെയ്യണം, അതർ പാർട്ടിനെ ആരുമായിട്ടാണോ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ വ്യക്തിയെ, ആ പാർട്ടിയെ അത് അറിയിക്കണം, അവർ ആക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതൊക്കെ നമ്മൾ ബിസിനസ് ലോയിൽ പിന്നെ കോൺട്രാക്റ്റിനെ കുറിച്ച് പഠിക്കുന്ന പാഠത്തിലുണ്ട്. ദ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അടുത്ത ലയബിലിറ്റി ഓഫ് പ്രൊമോട്ടേഴ്സ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ്. പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പ്രൊമോട്ടേഴ്സിന് ഉണ്ടാവുന്ന ലയബിലിറ്റീസ് എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്. പ്രൊമോട്ടേഴ്സ് ലയബിലിറ്റീസ്. പ്രൊമോട്ടേഴ്സ് പ്രീ ഇൻകോർപ്പറേഷന് കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പിൽ കമ്പനിക്ക് വേണ്ടി കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയും, എന്നാൽ അത് കമ്പനി എക്സിസ്റ്റ് ആയതിനു ശേഷം കമ്പനി അത് ഏറ്റെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, കമ്പനി അതിന് യാതൊരു രീതിയിലും അതിന് ആളല്ല, ആ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രൊമോട്ടേഴ്സാണ്. അപ്പം എന്തെങ്കിലും അതിൽ നിന്ന് നഷ്ടം വരികയാണെന്നുണ്ടെങ്കിൽ, ആ കോൺട്രാക്റ്റ് പ്രകാരം എന്തെങ്കിലും നഷ്ടം വരികയാണെന്നുണ്ടെങ്കിൽ പ്രൊമോട്ടേഴ്സിന് ഒരിക്കലും കമ്പനിയുടെ അസറ്റ്സ് എടുത്തിട്ട് ആ നഷ്ടങ്ങൾ കവർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഇൻകോർപ്പറേഷൻ മുമ്പ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് ആണ്, അത് പ്രൊമോട്ടേഴ്സ് ഉണ്ടാക്കിയ കോൺട്രാക്ട്സ് ആണ്, അതിന് കമ്പനിക്ക് യാതൊരു ബാധ്യതയും ഇല്ല. കോൺട്രാക്ച്വൽ പ്രൊവിഷൻസ്.
അടുത്ത കോൺട്രാക്റ്റ് സ്പെസിഫിക് ടേംസ്. ഇവിടെ പറയും പ്രൊമോട്ടേഴ്സ് റിമെയിൻ ലയബിൾ ഫോർ ഡാമേജസ് ഇഫ് ദേ ഫെയിൽ ടു പെർഫോം ദ ടേം ഓഫ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ്. പ്രൊമോട്ടേഴ്സ് ലയബിൾ ആണ് എന്തെങ്കിലും ഡാമേജസ് വരികയാണ് പ്രീ ഇൻകോർപ്പറേഷൻ മുമ്പുള്ള കോൺട്രാക്ട്സ് പെർഫോം ചെയ്യുന്നതിൽ എന്തെങ്കിലും ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലയബിൾ മൊത്തത്തിൽ പ്രൊമോട്ടേഴ്സ് മാത്രമായിരിക്കും, കമ്പനിക്ക് അതിലൊന്നും ചെയ്യാനില്ല. അടുത്തത് ഇവിടെ പറയുന്നത് കോൺട്രാക്ച്വൽ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രീ ഇൻകോർപ്പറേഷന് മുമ്പ് ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും എന്നാലും ഒരു സ്പെസിഫിക് ടൈമിനുള്ളിൽ ആഫ്റ്റർ കോർപ്പറേഷൻ കമ്പനി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കമ്പനിക്ക് ഒരു സെർട്ടൺ ടൈമിനുള്ളിൽ എന്ത് ചെയ്യാം, ആ ഒരു എഗ്രിമെൻറ്റ്, ആ ഒരു കോൺട്രാക്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് അതിന് നിയമസാധ്യതയുണ്ട്, അത് എക്സിസ്റ്റഡ് ആണ്. പക്ഷേ ഇവിടെ ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ കമ്പനി ആ സ്പെസിഫൈഡ് പീരീഡിനുള്ളിൽ പ്രീ ഇൻകോർപ്പറേഷന് മുമ്പ് ഉണ്ടാക്കിയ കോൺട്രാക്റ്റ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലയബിൾ ആരായിരിക്കും, പേഴ്സണൽ ലയബിൾ ആരായിരിക്കും, പ്രൊമോട്ടർ ആയിരിക്കും. ഒന്നുകൂടെ പറഞ്ഞുതരാം. പ്രൊമോട്ടർ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു കോൺട്രാക്റ്റോ എഗ്രിമെൻറ്റോ ഉണ്ടാക്കുകയാണ്. അപ്പം ആഫ്റ്റർ കമ്പനി ക്രിയേഷന് ശേഷം സെർട്ടൈൻ പീരീഡിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു, കമ്പനിക്ക് അത് അഡോപ്റ്റ് ചെയ്യാം, അത് വേണമെങ്കിൽ സ്വീകരിക്കാം. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്, ഒരു ടൈം ഉണ്ട്, ഒരു പീരീഡ് ഉണ്ട്. ആ പീരീഡിനുള്ളിൽ ആ ഒരു അഡോപ്ഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആക്സെപ്റ്റൻസ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിന് ലീഗൽ വാല്യൂ ഇല്ല, അത് എക്സിസ്റ്റഡ് അല്ല. അപ്പം അതിലെന്തെങ്കിലും നഷ്ടങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രൊമോട്ടർ സഹിക്കേണ്ടതായിട്ട് വരും. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേസ് എക്സാമ്പിൾ പൊനോഗ്രം ലിമിറ്റഡ് വേഴ്സസ് ലെയിൻ 1982. ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു പ്രൊണൗൺസിയേഷൻ. ഇവിടെ പറയും കേസ് ഹൈലൈറ്റഡ് ദാറ്റ് ഈവൻ ഇഫ് ദ കമ്പനി ഡസ് നോട്ട് കം ഇൻ ടു എക്സിസ്റ്റൻസ് ദ പ്രൊമോട്ടർ മേ സ്റ്റിൽ ബി പേഴ്സണൽ ലയബിൾ ഫോർ ദ കോൺട്രാക്ട് എൻറ്റേർഡ് ഇൻ ദ ബിഹാഫ്. ഇൻ ദ കേസ് ഹൈലൈറ്റഡ് ദാറ്റ് ഈവൻ ഇഫ് ദ കമ്പനി ഡസ് നോട്ട് കം ടു എക്സിസ്റ്റൻറ്റ്, കമ്പനി ഇനി എക്സിസ്റ്റഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, കമ്പനി ലീഗലി എക്സിസ്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും പ്രൊമോട്ടർ അതിന് പേഴ്സണലി ലയബിളാണ്. അയാൾ ആ കമ്പനിക്ക് വേണ്ടി എൻ്റർ ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റിൽ പ്രൊമോട്ടറാണ് അതിന് ലയബിളായി മാറുക. അപ്പം അത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുള്ളത്.